കണ്ടില്ലേ, ഇതാണ് സെലസ്റ്റിയൽ സ്ഫിയർ എന്ന് പറയുന്നത്. നമ്മൾ ഭൂമിയിൽ നോക്കിക്കഴിഞ്ഞാൽ മേലെ കാണുന്ന കോൺസ്റ്റലേഷനും നക്ഷത്രങ്ങളും എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഇത് ആക്ച്വലി ഈ ബാക്ക്ഗ്രൗണ്ട് സ്റ്റില്ലായി നിന്നിട്ട് ഭൂമിയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഫീൽ ചെയ്യുക ഈ സെലസ്റ്റിയൽ സ്ഫിയർ ആണ് നമ്മളെ ചുറ്റും റൊട്ടേറ്റ് ചെയ്യുന്നത്, ഭൂമി സ്റ്റില്ലാണെന്നാണ്. പണ്ടത്തെ ആൾക്കാരൊക്കെ ഭൂമി പരന്നിട്ടാണ് അല്ലെങ്കിൽ ഭൂമി റൊട്ടേറ്റ് ചെയ്യുന്നില്ല, ബാക്കിയെല്ലാം നമ്മളെ ചുറ്റും റൊട്ടേറ്റ് ചെയ്യുന്നൊക്കെ അബദ്ധധാരണയിലേക്ക് നമ്മുടെ നൈറ്റ് സ്കൈ നമ്മൾ കാണുന്നത് ഈ സെലസ്റ്റിയൽ സ്ഫിയറിലാണ്. ഭൂമിയാണ് സെന്റർ ആയിട്ട് അവിടെ കാണുന്നത്. ഈ രണ്ട് പെർസ്പെക്റ്റീവും സെയിമാണ്. കാരണം ഇപ്പോൾ സണ്ണിനെ സെന്റർ ആക്കി നോക്കിയാലും ഭൂമിനെ സെന്റർ ആക്കി നോക്കിയാലും ഭൂമിയിൽ നിന്ന് കാണുന്ന ഒരാൾക്ക് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ആക്ച്വൽ റിയാലിറ്റി നമുക്കറിയാം. പക്ഷെ നമ്മുടെ ഒരു സിംപ്ലിസിറ്റിക്ക് നമ്മൾ ഭൂമിയിൽ നിന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ എല്ലാം ഭൂമി സെന്റർ ആയിട്ട് എല്ലാം ഭൂമിനെ ചുറ്റുന്നു എന്ന ധാരണയിൽ വെച്ചാൽ മതി. അതായത് പ്രപഞ്ചത്തിന്റെ സെന്റർ ഭൂമിയാണെന്നും എല്ലാ പ്ലാനറ്റ്സും എല്ലാ സ്റ്റാർസും എല്ലാ കോൺസ്റ്റലേഷനും ഭൂമിനെയാണ് ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഇല്യൂഷൻ നമ്മൾ എർത്തിൽ നിന്ന് കിട്ടും. ഈ ഇല്യൂഷൻ ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ ആസ്ട്രോണമിയിൽ ഡേറ്റും ടൈമും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്.